അച്ഛൻ്റെ മോഹം ഒരാളെ ഡോക്ടറും ആക്കലും ഒരാളെ കഥകളിക്കാരനാക്കലാണ്. അപ്പം എൻ്റെ അനുജനെ ഡോക്ടർ ഭാഗത്തേക്ക് ആയുർവേദ ഡോക്ടറാക്കണമെന്നും എന്നെ കഥകളിക്കാരനാക്കണമെന്നും ഉദ്ദേശിച്ചു. അപ്പം അങ്ങനെ ആദ്യം ഉദ്ദേശിച്ച് കോട്ടക്കൽ കൊണ്ട് ചേർക്കാനാണ്. അവിടെ കഥകളിയുണ്ട്, ആയുർവേദമുണ്ട്. പക്ഷെ അപ്പം അച്ഛൻ്റെ തീരുമാനം രണ്ടുപേരും ഒരു സ്ഥലത്ത് വേണ്ട. അന്ന് കഥകളിക്ക് പ്രശസ്തി ഉള്ള സ്ഥാപനം കലാമണ്ഡലമാണ്. അതുകൊണ്ട് എന്നെ കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർത്തു. ആയുർവേദം പഠിപ്പിക്കാൻ അനുജനെ കോട്ടക്കൽ കൊണ്ട് ചേർത്തു. അങ്ങനെയാണ് രണ്ട് വഴിക്ക് രണ്ട് മക്കളിൽ ഞങ്ങൾ 8 പേരാണ് മക്കൾ. ആ മക്കളിൽ രണ്ടാളെ 2 തരത്തിൽ വിടണം എന്ന് അച്ഛൻ്റെ ഒരു മോഹമായിരുന്നു. 2 തരത്തിൽ ഒരാളെ കോട്ടക്കലിൽ കൊണ്ട് ചേർത്തു, എന്നെ കലാമണ്ഡലത്തിലും. ഞാൻ അവിടെ പഠിച്ചു. അത് പഠിത്തമൊക്കെ കഴിഞ്ഞതോടുകൂടി അവിടെ തന്നെ എനിക്ക് ജോലി കിട്ടി. 32 വർഷം അവിടെ ഞാൻ അധ്യാപനം നടത്തി, പ്രിൻസിപ്പളായി. അത് കഴിഞ്ഞ് പിരിഞ്ഞു. പിന്നെ അവിടെ യൂണിവേഴ്സിറ്റി ആയപ്പോൾ ഡീനൊക്കെ ആയി. ഡീൻ അതൊക്കെ കഴിഞ്ഞ് അനവധി 10 വർഷത്തോളം ഞാൻ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിട്ട് കല്ലുവഴി സമ്പ്രദായത്തിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൾ കുഞ്ചുനാരാശാൻ. പിന്നെ എന്നെ കാര്യമായിട്ട് പഠിപ്പിച്ച ആചാര്യന്മാർ രാമൻകുട്ടി നാരാശാനും ഗോപിയാശാനും പത്മനാഭൻ നാരാശാനും. ആ കാലഘട്ടത്തിലാണ് ഞാൻ അവരെ പഠിക്കാൻ ചേർന്നത്. അവരെ ഗോപിയാശാനായിട്ടും ചൂടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ. അപ്പോഴാണ് ഞാൻ കലാമണ്ഡലത്തിൽ ചേരുന്നത്. 1968 ഞാൻ കേരള കലാമണ്ഡലത്തിൽ പഠിക്കാൻ ചേരുന്നത്. ഡിപ്ലോമ പഠിച്ചിറങ്ങി പോസ്റ്റ് ഗ്രാജുവേഷൻ സ്കോളർഷിപ്പ് ഒക്കെ 10 വർഷത്തോളം അവിടെ പഠിക്കലുണ്ടായി. പോന്ന് വീണ്ടും അവിടെ 1979 അവിടെ ജോലിക്ക് കയറി. പിന്നെ ഒരു 32 വർഷം അവിടെ തന്നെ സേവനം അനുഷ്ഠിച്ചു. ചെറിയ അധ്യാപകൻ ഇങ്ങനെ കയറ്റം കിട്ടി. ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിട്ട് 10 വർഷം ഉണ്ടായി.